അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ് ധ്യാനിക്കുന്നത്. ആക്ട്സ് ചാപ്റ്റർ 1 വേഴ്സ് 2, 3, 4 3 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട വാക്യങ്ങളാണ്. നമുക്ക് പ്രാർത്ഥനയോടെ ആ വചനം കേൾക്കാം. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നെന്ന് അനേകം ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. വിശുദ്ധ വേദപുസ്തകം യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചും യേശുക്രിസ്തുവിൻ്റെ കാൽവറി മരണത്തെക്കുറിച്ചും യേശുക്രിസ്തുവിൻ്റെ കല്ലറയിലെ അടക്കത്തെക്കുറിച്ചും യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ചും യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ചും യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിനെ പറ്റിയും ഏറ്റവും കൂടുതൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ധാരാളം ഭാഗങ്ങൾ ബൈബിളിലുണ്ട്. അങ്ങനെ അതുമായി ചിന്തിക്കാൻ പറ്റിയ ഒരു വാക്യത്തിലേക്കാണ് നമ്മുടെ ശ്രദ്ധയെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ക്രിസ്തു ഭൂമിയിൽ വന്നത് ക്രിസ്തുവിൻ്റെ രാജ്യം എന്താണെന്ന് നമ്മെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. യേശുക്രിസ്തുവിൻ്റെ എല്ലാ പ്രസംഗത്തിലും ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം അതേക്കുറിച്ചായിരുന്നു യേശുക്രിസ്തുവിൻ്റെ പ്രസംഗങ്ങൾ. നാം ഇപ്പോൾ എന്താകുമെന്നല്ല, നാം എന്താകാൻ പോകുന്നു എന്നാണ് യേശുവിൻ്റെ പഠിപ്പിക്കൽ. ഹല്ലേലൂയ. നിങ്ങൾക്കറിയോ, കർത്താവിൻ്റെ രാജ്യത്ത് നമ്മളെ കൊണ്ടെത്തിക്കാൻ നമ്മളിലെ പാപങ്ങൾക്ക് പുത്രനിലൂടെ വലിയ പരിഹാരം നമുക്കുണ്ടാക്കി തരികയാണ്. സ്തോത്രം. വാഗ്ദത്ത നിയമങ്ങൾക്ക് അന്യരായ നമ്മെ ഈ കൃപയിലേക്ക് വരുവാൻ കാരണമായത് യേശുക്രിസ്തുവിൻ്റെ കാൽവരി മരണമാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. ഈ കർത്താവ് ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചത് കർത്താവിൻ്റെ രാജ്യത്തെക്കുറിച്ചാണ്. ഒരു ചെറിയ കഥ പറഞ്ഞുകൊണ്ട് ഇന്ന് പ്രസംഗം തുടങ്ങാം. പണ്ട് ഒരിക്കൽ ഒരു രാജ്യത്ത് ഒരു രാജാവുണ്ടായിരുന്നു. ആ രാജാവിന് സ്വന്തമായി രാജകൊട്ടാരമുണ്ട്. തനിക്ക് വനത്തിനകത്ത് വേറൊരു കൊട്ടാരമുണ്ട്. രാജാവും രാജ്ഞിയും കൂടെ ഒരു ദിവസം വനത്തിനകത്തെ കൊട്ടാരത്തിൽ 4 മണി സമയം മട്ടുപ്പാവിൽ ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്കൊരേ ഒരു രാജകുമാരനേ ഉള്ളൂ. തൊട്ടു മുമ്പിലെ ഗാർഡനകത്ത് രാജകുമാരൻ കളിച്ചുകൊണ്ടിരിക്കുക. വർണ്ണപ്പകിട്ടാർന്ന പൂക്കൾ നിറഞ്ഞ ഗാർഡൻ. പട്ടാളക്കാർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഈ ബാലകന്റെ കണ്ണിൽ ഒരു ചിത്രശലഭം പ്രത്യക്ഷപ്പെട്ടു. ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് പറന്ന് കളിക്കുന്ന ഒരു ചിത്രശലഭം. അങ്ങനെ ഇവന്റെ കണ്ണുകൾ ആ ചിത്രശലഭത്തിൽ പതിഞ്ഞിട്ട് ആ ചിത്രശലഭത്തിന്റെ പുറകെ ഇവൻ യാത്ര ചെയ്യാൻ തുടങ്ങി. ചിത്രശലഭം ഗാർഡനിൽ നിന്ന് തൊട്ടടുത്ത കാട്ടിലേക്ക് ഇറങ്ങി. ഇവൻ ഗാർഡൻ മറന്നുപോയി, കാട് മറന്നുപോയി. അവൻ്റെ കണ്ണിൽ ചിത്രശലഭം മാത്രമാണ്. അങ്ങനെ അവൻ പോയി വനത്തിനകത്തകപ്പെട്ടു. രാജാവും രാജ്ഞിയും കൂടെ സന്ധ്യയായപ്പോൾ ചോദിച്ചു, ഗാർഡനകത്ത് രാജകുമാരനെ കാണുന്നില്ല. രാജാവ് ചോദിച്ചു, ആരെവിടെ? പടയാളികൾ മുഖം കാണിച്ചു, രാജകുമാരൻ എവിടെ? അവരോർത്ത് രാജകുമാരൻ മട്ടുപ്പാവിലേക്ക് കയറിപ്പോയി എന്ന്. അന്ന് രാത്രി ഭടന്മാർ കാട് അരിച്ചു പറക്കി. രാജകുമാരനെ കാണാനില്ല. രാജാവ് അതിഭയങ്കര ദുഃഖത്തിലായി. മാസങ്ങളോളം രാജാവ് കഴിക്കാതെ സന്തോഷിക്കാതെ ദുഃഖിച്ച് നടക്കുക. ഒരു ദിവസം ബുദ്ധിമാനായ മന്ത്രി പറഞ്ഞു, നമുക്കൊന്ന് വേട്ടയ്ക്ക് പോവാം, മനസ്സൊന്ന് തെളിയട്ടെ. അങ്ങനെ അവർ രണ്ടും കൂടെ വേട്ടയ്ക്ക് പോയി. വേട്ടയാടി മൃഗങ്ങളെ പിടിക്കുന്ന ആ ഒരു അന്തരീക്ഷം ഉണ്ടാകുമ്പോൾ
രാജാവിൻ്റെ മനസ്സ് ഒന്ന് സന്തോഷിച്ചാലോ. അങ്ങനെ വേട്ടയാടി ക്ഷീണിച്ച് അവരൊരു മരത്തിൻ്റെ ചുവട്ടിൽ ഇരിക്കുമ്പോൾ ഒത്തിരി കാട്ടുമനുഷ്യർ കാട്ടുഭാഷ സംസാരിച്ചുകൊണ്ട് ഓടി വരുന്നു. രാജാവ് നോക്കിയപ്പോൾ ആ കൂട്ടത്തിൽ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ. രാജാവ് തിരിച്ചറിഞ്ഞു, ഇത് മറ്റാരുമല്ല, എൻ്റെ മകനാണ്. വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടു പോയ മകൻ. മന്ത്രിയോട് രാജാവ് പറഞ്ഞു, ഇതെൻ്റെ മകനാണ്. മോനെ മോനെ എന്ന് വിളിച്ച് ഓടിച്ചെന്നപ്പോൾ ആ കാട്ടുമനുഷ്യർ ആ മോനും കൂടെ ഒന്നിച്ച് കാട്ടിൽ ഓടിമറഞ്ഞു. മന്ത്രിയോട് പറഞ്ഞു, എനിക്ക് മോനെ കിട്ടിയാലേ പറ്റത്തു. ബുദ്ധിമാനായ മന്ത്രി പറഞ്ഞു, നീ മോനെ കിട്ടണമെങ്കിൽ രാജവസ്ത്രം ഇവിടെ ഊരി വെക്കണം. ഇന്ന് തൊട്ട് നീ കാട്ടിൽ താമസിക്കണം, കാട്ടുഭാഷ പഠിക്കണം, മുടി ജട പിടിപ്പിക്കണം. എന്നാൽ നിനക്ക് നിന്റെ മകനെ തിരിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ രാജാവ് രാജവസ്ത്രം ഊരി മന്ത്രിക്ക് കൊടുത്തിട്ട് ആ കാട്ടിൽ നീണ്ട നാളുകൾ പാർത്തു. മുടിയെല്ലാം ജട പിടിപ്പിച്ച് കാട്ടുജാതിക്കാരുടെ കൂടെ ചേർന്ന് കാട്ടുഭാഷ പഠിച്ച് ഒരു ദിവസം തൻ്റെ മകൻ്റെ അടുക്കൽ താൻ എത്തി. ഈ മകനെ വളർത്തുന്നൊരു കാട്ടുമനുഷ്യനുണ്ടാണ്, അവൻ്റെ വളർത്തപ്പൻ. ഒരരുവിയുടെ കരയില് ഈ അപ്പൻ മകനെ പിടിച്ച് മടിയിൽ കിടത്തുമ്പോൾ ദൂരെ ഒരു മരത്തിൽ വളർത്തപ്പൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ മകനെ ആരും അപഹരിക്കാൻ പോകും. ആ രാജാവ് അവനോട് പറഞ്ഞു, മോനെ, ഈ കാടിനപ്പുറത്തൊരു രാജ്യമുണ്ട്, ആ രാജ്യത്തൊരു രാജാവുണ്ട്. നീ ഈ കാട് വിട്ട് വെളിയിലിറങ്ങിയാൽ നിനക്ക് ആ രാജ്യത്ത് രാജാവാകാം. അവൻ പറഞ്ഞ, അല്ല, എന്നെ എൻ്റെ അപ്പൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഈ കാടിന് പുറത്തു പോയാൽ നമ്മളെ ഉപദ്രവിക്കുന്ന ആൾക്കാരാ. അല്ല, ഹല്ലേലൂയ, ഈ കാടിനപ്പുറത്തൊരു രാജ്യമുണ്ട്, അവിടെ നീ രാജാവാ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മരത്തിൻ്റെ മുകളിൽ നിന്ന് വിഷയമ്പ് ഈ രാജാവിൻ്റെ നെഞ്ചിന് നേരെ തൊടുത്തു വിട്ടു. വിഷയമ്പ് രാജാവിൻ്റെ നെഞ്ചും കൂടി തുളച്ച് പുറത്തിറങ്ങി. മകന്റെ മടിയിലോട്ട് തലയായി ചൊറങ്ങുന്ന അപ്പൻ അവസാന ശബ്ദം വരെ പറഞ്ഞു, കാടിനപ്പുറത്ത് ഒരു നാടുണ്ട്, ആ നാടിനൊരു രാജാവുണ്ട്, നീ രാജാവാ. അവനെ നേടാൻ അവനെ പോലെയായി ആ രാജാവ്. 2000 വർഷം മുമ്പ് നിന്നെയും എന്നെയും നേടാൻ നമുക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ച് നീ കാണുന്ന ലോകത്തിനപ്പുറത്തൊരു രാജ്യമുണ്ടെന്നും അവിടെ നിനക്ക് രാജകീയ പദവിയുണ്ടെന്നും വെളിപ്പെടുത്തി തന്നവനാണ് ഞാൻ പ്രസംഗിക്കുന്ന യേശു. ഞാൻ ഇന്ന് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലരോടൊക്കെ പറയാം, 70-80 വർഷം കൊണ്ട് അവസാനിക്കുന്നൊരു ലൈഫ് അല്ല ക്രിസ്ത്യൻ ലൈഫ്, അതിനപ്പുറത്തൊരു ലൈഫുണ്ട്. കോടാനുകോടി വർഷം യേശുവിനോടൊപ്പം ഒരു നിത്യതയുടെ വാസം. നമുക്ക് ഈ വാക്യത്തിലോട്ട് വരാം. യേശു ഇത് പഠിപ്പിക്കുന്ന സംസാരിക്കുന്ന എപ്പോഴാണെന്നറിയാമോ? യേശു ക്രിസ്തു മരിച്ച് അരിമത്തേക്കാരനായ യോസഫിന്റെ കല്ലറയിൽ അടക്കം ചെയ്തു. 3-ാം നാൾ റോമൻ ഇമ്പീരിയൻ മുദ്ര പൊട്ടിച്ച് യേശു ഉയർത്തെഴുന്നേറ്റു. എന്നിട്ട് 40 നാൾ മാറി മാറി ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേൽപ്പിനും സ്വർഗാരോഹണത്തിനും ഇടയ്ക്കുള്ള 40 നാൾ കൂടെ കൂടെ പ്രത്യക്ഷമായി 3 കാര്യം അവരോട് യേശു പഠിപ്പിച്ചു. 1, ദൈവത്തിന് സ്തോത്രം, ദൈവരാജ്യം സംബന്ധിച്ച് അവരെ പഠിപ്പിച്ചു. 2, താൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്ന് പല ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. 3, വാഗ്ദത്തത്തിനായി കാത്തിരിക്കണമെന്ന് അവരെ പഠിപ്പിച്ചു. നമ്മൾ ഈ വാക്യത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ന് ധ്യാനിക്കാനായിട്ട് പോകുന്നത്. കർത്താവിന് സ്തോത്രം. നമുക്ക് ഇച്ചിരൂടെ ആഴമായി ഈ വചനത്തിലോട്ടൊന്ന് പ്രവേശിക്കാം. യേശുക്രിസ്തുവിൻ്റെ ഭൂമിയിലെ ശുശ്രൂഷയിൽ യേശു രോഗിയെ സൗഖ്യമാക്കി, ഭൂതത്തെ പുറത്താക്കി, മരിച്ചവരെ ഉയർപ്പിച്ച്, അതെല്ലാം ശരിയാ. പക്ഷെ യേശുവിൻ്റെ പ്രസംഗം എന്തായിരുന്നെന്നറിയാമോ? കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പ്രസംഗിക്കുക. 2000 വർഷം മുമ്പ് ഇത് തുടങ്ങിയതാണ്, ഇന്ന് വരെ നിന്നിട്ടില്ല, ഇന്നും പ്രസംഗിച്ചു കൊണ്ടിരിക്കുക. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. അപ്പം
നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. എങ്ങനെയും ജീവിച്ച്, എങ്ങനെയും മരിച്ച്, എങ്ങനെയും സ്വർഗത്തിൽ പോകാമെന്ന് ആരും ചിന്തിക്കരുത്. ജീസസ് ജീവിക്കേണ്ട പോലെ ജീവിച്ചാൽ, ആരാധിക്കേണ്ട പോലെ ആരാധിച്ചാൽ, നിനക്കൊരുക്കിയ സൗഭാഗ്യത്തിലേക്ക് നിനക്ക് പ്രവേശിക്കാം. ഈ സ്വർഗരാജ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവരാജ്യത്തെക്കുറിച്ച് വളരെ പരിമിതമായ അറിവുകളെ നമ്മളിൽ പല വിശ്വാസികൾക്കും ഉള്ളൂ. അതുകൊണ്ടാണ് ഹല്ലേലൂയ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അവരുടെ മുഖം വാടിപ്പോകുന്നത്. ഞാൻ പ്രസംഗിക്കുന്ന സ്ഥലത്ത് ചില സമയത്ത് പറഞ്ഞിട്ടുള്ള ഒരു എക്സാമ്പിളൂടെ ഞാൻ പറയാം. ഞാൻ ഒത്തിരി രാജ്യത്ത് ദൈവവചനം പ്രസംഗിക്കാൻ പോയിട്ടുണ്ട്. ഈ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ധാരാളം നേഴ്സുമാർ, ഗൾഫിൽ മിഡിൽ ഈസ്റ്റ് കൂടുതൽ നേഴ്സുമാരാണ് എൻ്റെ അടുക്ക പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട്. അവരുടെ പ്രാർത്ഥനാ വിഷയം കാനഡയിൽ ഉടനെ പോകണം, UK ഉടനെ പോകണം, അമേരിക്കയിൽ ഉടനെ പോകണം, സ്തോത്രം, ജർമ്മനിയിൽ ഉടനെ പോകണം, സ്തോത്രം, അയർലൻഡിൽ ഉടനെ. ഇങ്ങനൊക്കെ ഒരു 10 വർഷത്തിനിടയിൽ ഒരു 50,000 നേഴ്സുമാർ എൻ്റെ അടുക്ക പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലും നാട്ടിലും ഒക്കെ. ഒറ്റ ഒരാൾ പോലും സ്വർഗത്തിൽ പോകാൻ പ്രാർത്ഥിക്കാൻ എൻ്റെ അടുക്ക വന്നിട്ടില്ല. അതിൻ്റെ കാരണം എന്താ? സ്വർഗം എന്താണെന്ന് അവർക്കറിയത്തില്ല. അമേരിക്ക അറിയാം, ഡോളറിൻ്റെ വില അറിയാം, മഞ്ഞ് പെയ്യുന്ന സ്ഥലം അറിയാം, സ്വതന്ത്രം അവിടുത്തെ വില്ലകൾ അറിയാം, റോഡ് അറിയാം, കാർ അറിയാം, എല്ലാം അറിയാം. പക്ഷേ സ്വർഗത്തെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഈ ഒത്തിരി പേര് എൻ്റെ അടുക്ക പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ അവരാരും പാസ്റ്ററെ സ്വർഗത്തിൽ പോകാനുള്ള എന്നിലുള്ള കുറവൊന്ന് മാറ്റിത്തരണമെന്ന് ആരും പ്രാർത്ഥിക്കാൻ. അതിൻ്റെ കാരണം സ്വർഗം ഉണ്ടെന്ന് പോലും പലർക്കും ഉറപ്പില്ല. പിണങ്ങരുത്, ഞാൻ വാക്യത്തിലോട്ട് വരിക. 70-80 വർഷം കൊണ്ടുള്ള ഈ ലൈഫ് ഇത്രയും നല്ലതാണ്. നിനക്ക് വേണ്ടി യേശു ഒരുക്കുന്ന രാജ്യം അതെത്ര ശ്രേഷ്ഠമേറിയതാ. തിരിച്ചറിഞ്ഞൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. അപ്പൊ യേശുക്രിസ്തുവിന്റെ പ്രസംഗം എന്തായിരുന്നറിയോ? കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ആകയാൽ മാനസാന്തരപ്പെട്ട്. അപ്പൊ ദൈവരാജ്യത്തിൽ പോകാൻ എന്തോ വേണം? മാനസാന്തരം. എന്തോ വേണം? മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്തുവാ? സഭമാറ്റമല്ല, മതം മാറ്റമല്ല, മനം മാറ്റമാണ്. അടുത്തിരിക്കുന്ന ആളോടൊന്ന് ചോദിച്ചേ, നല്ല മാനസാന്തരമാണെന്ന് ചോദിച്ചേ. ചുമ്മാ ചിരിച്ചോണ്ടിരുന്നു. നല്ല നല്ല മാനസാന്തരം. ശ്രദ്ധിച്ച് കേൾക്കണം. ഇനി യേശു ശിഷ്യന്മാരെ പ്രസംഗിക്കാൻ അയച്ചപ്പോൾ അവരോട് പറഞ്ഞ എന്താന്ന് കേട്ടോ? സ്തോത്രം, ഹല്ലേലൂയ. മത്തായി സുവിശേഷം 10-ാം അധ്യായം 7-ാം വാക്യം. നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുമെന്ന് ഘോഷിപ്പീൻ. എന്താ ഘോഷിക്കണം? മത്തായി 10:7. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നെന്ന് ഘോഷിപ്പീൻ. നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. സത്യത്തിൽ പാർശ്വമാനെ ശ്രദ്ധിക്കുന്ന, നമ്മളെ ഏൽപ്പിച്ചേക്കുന്ന ജോലി സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിക്കണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ. എന്നിട്ട് അടുത്ത കേട്ടെ, രോഗികളെ സൗഖ്യമാക്കുവീൻ. ഇത് പ്രസംഗിച്ചോണ്ട് മാത്രം നടക്കാനല്ല, രോഗിയെ കണ്ടാൽ സൗഖ്യമാക്കണം. മരിച്ചവരെ ഉയർപ്പിപ്പീൻ. കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവീൻ. ഭൂതങ്ങളെ പുറത്താക്കുവീൻ. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു. ഇത് സൗജന്യമായി ലഭിച്ചതാ, സൗജന്യമായി കൊടുത്തോണം. ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കണം, ബൈബിള് പഠിപ്പിക്കുന്ന ഭാഗത്തോട്ടാണ് ഞാൻ വരാൻ പോകുന്നത്. കർത്താവിന് സ്തോത്രം. അപ്പം ഞാനൊരു കാര്യം പറയാം, ദൈവരാജ്യം ഘോഷിച്ചാൽ നടക്കേണ്ട എല്ലാ വിടുതലും നടക്കും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ, യേശുക്രിസ്തു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ആ പ്രാർത്ഥനയ്ക്കകത്ത് ഒരു വാചകമാ കേട്ടോ, ശ്രദ്ധിച്ചേ. സ്തോത്രം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. അടുത്തത്, നിന്റെ രാജ്യം. യേശു പഠിപ്പിക്കുക, യേശുവിൻ്റെ പ്രസംഗം അവൻ്റെ രാജ്യത്തെക്കുറിച്ച്, ശിഷ്യന്മാരുടെ പ്രസംഗം അവൻ്റെ രാജ്യത്തെക്കുറിച്ച്, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക, നിന്റെ രാജ്യം. അപ്പം നമ്മൾ അറിയാത്ത എന്തോ ശ്രേഷ്ഠമേറിയതാണ് കർത്താവ് പ്രതീക്ഷിക്കുന്നത്, കർത്താവ് ഒരുക്കിയിരിക്കുന്നത്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഞാൻ ഈ സ്വർഗരാജ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവരാജ്യത്തെക്കുറിച്ച് ദൂത് പറയുമ്പോൾ ഒരു ആത്മീയ വെളിപ്പാടോട് പറയാം. പൗലോസ്ലീഹ പറഞ്ഞൊരു പദമുണ്ട്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് കണ്ണ് കണ്ടിട്ടില്ല. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം, അത് ഇവിടെ കാറ് കിട്ടുന്ന കാര്യമല്ല, അവിടുത്തെ കാര്യമാണ്. പിന്നെ ഇവിടെ നിങ്ങൾ വേണ്ട പറഞ്ഞു സ്തോത്രം പറഞ്ഞു. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു ചെവിയും ഒരു ഹൃദയത്തിലും തോന്നാത്തത് നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഒരാമയും പറഞ്ഞാട്ട്. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, എന്തിനാണ് പ്രാർത്ഥന മുടങ്ങാതിരിക്കുന്നത്? ദൈവം ഒരുക്കിയതിലേക്ക് നിന്നെ കർത്താവ് കൊണ്ടുപോകാൻ പോവുക. വലിയ വില കൊടുത്ത് യേശുവിന് വേണ്ടി നിൽക്കുമെന്ന് പറയുന്നതിന്റെ രഹസ്യം എന്താ? നിന്ന കേട്ട് നിൽക്കുന്നത് എന്തിനാണ്? ഒറ്റ കാര്യം, വിലയേറിയതൊന്ന്. ഹല്ലേലൂയ. ഇനി അപ്പൊ ചോദിക്കുക, എന്നെ ശ്രദ്ധിക്കാം, ദൂതിലോട്ട് വരിക. ഇച്ചിരി സമയം വേണം വരാൻ, ഇന്ന് സമയം എടുക്കാമല്ലോ, നിങ്ങളെ നോക്കാം, അതുകൊണ്ട് സമയം വേണം. അപ്പൊ കർത്താവ് പ്രസംഗിച്ചു, അവൻ്റെ രാജ്യം അടുത്തു. ശിഷ്യന്മാർ പ്രസംഗിച്ചു അവൻ്റെ രാജ്യത്തെക്കുറിച്ച്. കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക, ആ രാജ്യം വരണമേ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഹല്ലേലൂയ. ഇനി ഇത് മാത്രം, ആ രാജ്യം മാത്രം നോക്കിയിരുന്നാൽ മതിയോ? നമുക്കിവിടെ പല പ്രോബ്ലം ഇല്ലേ? അതിനും കർത്താവ് പറഞ്ഞു, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, പിന്നെ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടണ്ട. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. നിന്റെ അകത്ത് ക്രിസ്തു തെളിഞ്ഞാൽ മറ്റൊന്നും വിചാരപ്പെടണ്ട, അതെല്ലാം ദൈവം നിനക്ക് തന്നുകൊണ്ടിരിക്കും. എത്ര പേര് അതിന് ആമയും പറയാൻ പറ്റും? നിങ്ങൾ ശ്രദ്ധിക്കണം. സത്യത്തില് നമ്മൾ എങ്ങനെ ക്രിസ്ത്യൻ ലൈഫ് നയിക്കണമെന്നറിയോ? ഈ മത്തായി സുവിശേഷം ഒന്ന് എടുത്തേ, 6-ാം അധ്യായം എടുത്തേ. ഹല്ലേലൂയ. 33-ാമത്തെ വാക്യം എടുത്തേ. ഹല്ലേലൂയ. 6-ാം അധ്യായം. മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ എന്ന് പറഞ്ഞ അതിനർത്ഥം എന്തുവാ? മുമ്പേ അവന്റെ രാജ്യം. ഇപ്പം സ്തോത്രമൊക്കെ കുറയും. ദൈവരാജ്യം അന്വേഷിക്കുന്നതിൽ എത്ര പേർ ഉത്സാഹികളാണ്? നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്താൽ 30-ാം തീയതി നമുക്ക് ശമ്പളം കിട്ടുമോ? 30-ാം തീയതി ശമ്പളം വാങ്ങിക്കുന്നവരല്ലോ, ഒന്ന് കൈവക്കിക്കേ. 30-ാം തീയതി ശമ്പളം വാങ്ങിക്കുന്നവർ മിക്കവാറും എല്ലാവരും ഇങ്ങനെയൊക്കെയാ ഒക്കുന്നെങ്കിലും മിക്കവാറും ആൾക്കാരല്ല. ചോദ്യം, ഒത്ത പോലെ ജോലി ചെയ്താൽ ശമ്പളം കിട്ടുമോ? കിട്ടുമോ? കിട്ടുമെങ്കിൽ എനിക്കും അവിടെ ഒരു ജോലി വേണം. ഒത്ത പോലെ ജോലി ചെയ്താൽ ഇല്ല. ജോലിക്ക് 10 മണിക്കാണെങ്കിൽ 9:55 പഞ്ച് ചെയ്ത് അകത്ത് കയറിയില്ലെങ്കിൽ പണി പാളും. ദൈവരാജ്യത്തിന്റെ കാര്യത്തിലോ 11:45 വന്നാൽ പോയിന്. ഞായറാഴ്ച ഇല്ലയോ? എന്താ അനുഗ്രഹം കിട്ടാത്തെ? ഒറ്റ കുഴപ്പ, കർത്താവിന്റെ കാര്യത്തിൽ നീ പഞ്ച്വലാണെങ്കിൽ നിന്റെ എല്ലാ കാര്യത്തിലും കർത്താവ് കൃത്യ. സ്തോത്രം കുറയുമെന്ന് ഞാൻ പറഞ്ഞു. ദൈവരാജ്യമാണ് പറയാൻ പോകുന്നത്. സ്തോത്രം. ഞാനൊരു പാസ്റ്റർ പ്രസംഗിക്കുന്ന കേട്ടു. ഡൽഹിയിൽ ഒരു ചർച്ചിൽ എല്ലാം ഗവൺമെന്റ് എംപ്ലോയിയാ അവിടെ ഉള്ളവർ മുഴുവൻ. പാസ്റ്റർ പറഞ്ഞു, നമ്മുടെ സഭയിൽ 100 വിശ്വാസികളെ ഉള്ളൂ, നമുക്കെല്ലാം കൂടെ പ്രവർത്തിക്കണം 500 വിശ്വാസിയാക്കാൻ. ഒരു ദിവസം ഒരു സഭായോഗത്തിൽ തീരുമാനിച്ചു, 2 മാസം കഴിഞ്ഞ് 1 മാസം എല്ലാവരും ലീവ് എടുക്കുക.
മുഴുവൻ ഗവൺമെൻറ് ജോലിക്കാരും ലീവ് എടുക്കുക. അവരുടെ സഭയിൽ നടന്ന കാര്യമാണ്. രാവിലെ പൊതി കെട്ടി വരുന്ന പോലെ, ഓഫീസിൽ പോകുന്ന പോലെ രാവിലെ 9:30 ചർച്ച് വരിക. രാവിലെ തൊട്ട് സുവിശേഷ പ്രവർത്തനം, ഹൗസ് വിസിറ്റിങ്, പരസ്യയോഗം. 1 മാസം കഴിഞ്ഞപ്പോൾ അവരുടെ ചർച്ചിൽ 500 വിശ്വാസികളായി. കഥയല്ല, നടന്ന കാര്യമാണ്. എന്നാ കാര്യം? കൃത്യമായി അവർ വർക്ക് ചെയ്തു. കർത്താവിന് സ്തോത്രം. ബൈബിളിലെ സിസ്റ്റം പറഞ്ഞ ശ്രദ്ധിച്ചു കേട്ടെ, ഇടയൻ മുമ്പിലുണ്ടെങ്കിൽ നന്മയും കരുണയും പുറകിലുണ്ട്. ഒരാമയും വരുന്നില്ല. ബൈബിളിന്റെ സിസ്റ്റം, നീ സമ്പത്തെ, ആരോഗ്യമേ, കടമേന്ന് പറഞ്ഞ് കരയണ്ട. നിന്റെ ഉള്ളിൽ ദൈവരാജ്യം വെളിപ്പെട്ടാൽ മതി. വെളിപ്പെടുമ്പോൾ നന്മ നിന്റെ പുറകെ വരും. ഒരാമയും പറഞ്ഞു തുടങ്ങണം. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയുക. ബൈബിളിൽ 3 വാക്യമുണ്ട്. വിചാരപ്പെടണ്ട, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടണ്ട, പലതിനെ ചൊല്ലി വിചാരപ്പെടണ്ട. അടുത്തിരിക്കുന്ന ആളെ ഒന്ന് തൊട്ടച്ച് പറ, വിചാരപ്പെടണ്ടെന്ന് പറ. കൈവിടരുത്. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടണ്ടെന്ന് പറ, പലതിനെ ചൊല്ലി വിചാരപ്പെടണ്ടെന്ന് പറ. എന്താ കാര്യം? മുമ്പേ അവന്റെ രാജ്യം അന്വേഷിച്ചാൽ മതി. ഒരാമയും പറഞ്ഞു തുടങ്ങണം. ഇന്ന് വചനം കേൾക്കുന്ന ചിലരോട് പറയാം, നീ എന്തെല്ലാം മറന്നാലും അവന്റെ രാജ്യത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറരുത്. അവന്റെ രാജ്യം, യേശു മുമ്പിൽ പഠിപ്പിക്കുക. മുകളിലത്തെ 2 വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിച്ച് വായിക്കണം. കർത്താവിന് സ്തോത്രം. മത്തായി സുവിശേഷം 6-ാം അധ്യായം 25-ാമത്തെ വാക്യം വായിച്ചേ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്തു തിന്നും എന്തു കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. വിചാരപ്പെടണ്ട. ആഹാരത്തെക്കാൾ നിങ്ങളുടെ ഒരു കാര്യത്തിലും വിചാരപ്പെടണ്ട. ഇനി കർത്താവ് പറഞ്ഞു കേട്ടെ, നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യണ്ട. നിങ്ങൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഇതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയമെന്ന് ദൈവം അറിയുന്നു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. നീ ദൈവത്തിന്റെ മുമ്പിൽ വന്ന് അവന്റെ രാജ്യത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് പ്രാപിച്ചാൽ മതി. നിനക്ക് വേണ്ടതെല്ലാം നിന്റെ പുറകെ വന്നോളൂ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഇന്നലെ വരെ പ്രാർത്ഥിച്ച് കുഴഞ്ഞവരോട് ഞാൻ ദൂത് പറയുക, അതൊന്ന് നിർത്തിയാച്ച് അവന്റെ രാജ്യം അന്വേഷിക്കുക. എന്താണ് അവന്റെ രാജ്യം? അവന്റെ രാജ്യത്തിന്റെ ശക്തി എന്താണ്? അവന്റെ രാജ്യത്തിന്റെ അധികാരം. പൗലോസ്ലീഹയുടെ വാക്ക് കേട്ടോ, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ഇരുത്തി. ആര്? രക്ഷിക്കപ്പെട്ടവൻ ഇരിക്കുന്നത് എവിടാ? പുത്രന്റെ രാജ്യത്തിലാ. അതായത് ദൈവരാജ്യം. ഒരുത്തൻ രക്ഷിക്കപ്പെടുന്ന അന്ന് മുതൽ അവൻ ദൈവരാജ്യത്തിന്റെ ശക്തി അനുഭവിക്കാൻ തുടങ്ങും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ചിലർ ചോദിക്കും, പാടിയാലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ? ദൈവരാജ്യത്തിൽ ഇരിക്കുന്നവന് ജീവിക്കണേ പാടണം. പ്രാർത്ഥിച്ചാലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ? അത് ദൈവരാജ്യത്തിൽ ഇരിക്കുന്നവന് ജീവിക്കാൻ പ്രാർത്ഥിക്കണം. കാരണം അവൻ ഇവിടുത്തുകാരനല്ല, അവൻ പരദേശിയ. അവനൊരു പൗരത്വമുള്ളത് സ്വർഗത്തിലാണ്. അവിടുന്ന് എൻ്റെ കർത്താവ് വരും. എന്തിനാ? ആ പൗരത്വം ഫുൾഫിൽ ചെയ്യാൻ. ഹല്ലേലൂയ. നിങ്ങൾ എന്നെ നോക്കി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇങ്ങനെ ദൈവരാജ്യ സ്വപ്നം കണ്ട് ജീവിക്കുക എന്നാൽ നമുക്ക് വല്ല ടെൻഷനും ഉണ്ടോ? നമ്മൾ ഈ വീടിൻ്റെ ലോൺ ഓർക്കുമ്പോഴാണ് നമുക്ക് ബ്രദറെ എങ്ങനെ അടയ്ക്കും. പിന്നെ BP നോക്കുമ്പോഴാണ് നമുക്ക് BP എങ്ങനെ. സ്വോത്രമൊന്നും വരുന്നില്ല. നമ്മൾ നമ്മുടെ ശരീരത്തിലെ രോഗത്തെ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്യും. ചിലർക്ക് പറയും, ഞാൻ BP ഉള്ള മനുഷ്യനാ കേട്ടോ, ഞാൻ പരിശുദ്ധാത്മാവുള്ളവനാന്ന് പറയുന്നില്ല. ആരെങ്കിലും പറയോ, ഞാൻ ദൈവരാജ്യത്തിൽ വസിക്കുന്നവനാ? അല്ല, ഞാൻ പോരാട്ടമുള്ളവനാ. പിണങ്ങരുത്. നിന്റെ വാക്കല്ലേ ഇന്ന് തിരിയണം. പിണങ്ങല്ലേ. ചിലക്ക് പറയും, ബ്രദറെ ഞാൻ ഷുഗറുള്ള ആളാ, എന്തോ വേണോ അതിന്? എല്ലാം സ്തംഭിച്ചുകൊണ്ടിരിക്കുക. ഉടനെ ബാക്കിയോട് സ്തംഭിക്കും. എടാ, ഞാൻ ദൈവരാജ്യത്തിന്റെ ആളാ. എന്നാ മിണ്ടാത്തെ? ഹല്ലേലൂയ.
രക്ഷിക്കപ്പെടുന്ന മുതൽ ഒരുത്തൻ ദൈവരാജ്യം ആസ്വദിക്കുക. മത്തായി സുവിശേഷം 6-ാം അധ്യായം 25-ാമത്തെ വാക്യം വായിച്ചേ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്തു തിന്നും എന്തു കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. വിചാരപ്പെടണ്ട. ആഹാരത്തെക്കാൾ നിങ്ങളുടെ ഒരു കാര്യത്തിലും വിചാരപ്പെടണ്ട. ഇനി കർത്താവ് പറഞ്ഞു കേട്ടെ, നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യണ്ട. നിങ്ങൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഇതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയമെന്ന് ദൈവം അറിയുന്നു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. നീ ദൈവത്തിൻ്റെ മുമ്പിൽ വന്ന് അവൻ്റെ രാജ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് പ്രാപിച്ചാൽ മതി. നിനക്ക് വേണ്ടതെല്ലാം നിന്റെ പുറകെ വന്നോളൂ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഇന്നലെ വരെ പ്രാർത്ഥിച്ച് കുഴഞ്ഞവരോട് ഞാൻ ദൂത് പറയുക, അതൊന്ന് നിർത്തിയാച്ച് അവൻ്റെ രാജ്യം അന്വേഷിക്കുക. എന്താണ് അവൻ്റെ രാജ്യം? അവൻ്റെ രാജ്യത്തിൻ്റെ ശക്തി എന്താണ്? അവൻ്റെ രാജ്യത്തിൻ്റെ അധികാരം. പൗലോസ്ലീഹയുടെ വാക്ക് കേട്ടോ, നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ഇരുത്തി. ആര്? രക്ഷിക്കപ്പെട്ടവൻ ഇരിക്കുന്നത് എവിടാ? പുത്രന്റെ രാജ്യത്തിലാ. അതായത് ദൈവരാജ്യം. ഒരുത്തൻ രക്ഷിക്കപ്പെടുന്ന അന്ന് മുതൽ അവൻ ദൈവരാജ്യത്തിന്റെ ശക്തി അനുഭവിക്കാൻ തുടങ്ങും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ചിലർ ചോദിക്കും, പാടിയാലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ? ദൈവരാജ്യത്തിൽ ഇരിക്കുന്നവന് ജീവിക്കണേ പാടണം. പ്രാർത്ഥിച്ചാലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ? അത് ദൈവരാജ്യത്തിൽ ഇരിക്കുന്നവന് ജീവിക്കാൻ പ്രാർത്ഥിക്കണം. കാരണം അവൻ ഇവിടുത്തുകാരനല്ല, അവൻ പരദേശിയ. അവനൊരു പൗരത്വമുള്ളത് സ്വർഗത്തിലാണ്. അവിടുന്ന് എൻ്റെ കർത്താവ് വരും. എന്തിനാ? ആ പൗരത്വം ഫുൾഫിൽ ചെയ്യാൻ. ഹല്ലേലൂയ. സത്യത്തിൽ നമ്മൾ ആസ്വദിച്ച് ജീവിക്കേണ്ടവരാ. നമ്മളാന്നേ ഉള്ള ടെൻഷനും എല്ലാം കൂടെ. ഇപ്പം ദൈവരാജ്യം പറഞ്ഞ ആത്മാവിലാകത്തില്ല. പിശാച് നിന്റെ വീട്ടുവാതിക്ക് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഇന്ന് ഇവരെല്ലാം കൂടെ ഡ്രമ്മും കീബോർഡും അടിച്ച് നിങ്ങളെല്ലാം കൂടെ കൈയടിച്ച് കസേര മറിച്ച് ഇളക്കി മറിക്കും. പക്ഷെ ഇതറിയത്തില്ല. അതാ പ്രശ്നം. പിടികിട്ടിയോ? ഇപ്പൊ ബൈബിളിന്റെ സിസ്റ്റം കേട്ടോ. നിന്റെ അകത്ത് ഈ രക്ഷിക്കപ്പെട്ട ഒരുവന്റെ പ്രത്യേകത പറയാമോ? അവൻ ഇങ്ങനെ അടുത്ത ആളിൽ രക്ഷിക്കപ്പെടണമെന്നാ. നിങ്ങൾക്ക് അങ്ങനെ ആവേശം ഉണ്ടായിട്ടുണ്ടോ? നീ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ അടുത്ത ആളും രക്ഷിക്കപ്പെടണമെന്ന് ഉണ്ടോ? ബ്രദറെ വന്നത് തന്നെ അബദ്ധമായിപ്പോയി. എന്നാ പിന്നെ എന്തിനാ ബ്രദറെ അങ്ങ് തിരിച്ചു ഉണ്ടോ? മിണ്ടുന്നില്ലല്ലോ. എടാ, ദൈവത്തിന് ചാക്കോ പോയ പൈലി എഴുന്നേപ്പിക്കും, പൈല പോയ തോമസിനെ എഴുന്നേപ്പിക്കും, തോമസ് പോയ മത്തായി എഴുന്നേറ്റ്, കാതിപ്പ് ഇട്ടാൻ പോയ കടുക്കൻ ഇട്ടവും വരും. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ പേടിപ്പിക്കാമെന്ന് ചിന്തിക്കരുത്. അനിപ്പാശ്രയിലെ ദൈവത്തിന് പ്രോബ്ലം, പക്ഷെ എനിക്ക് ദൈവം വേണം. അതെന്റെ തീരുമാനമാ. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, നിന്റെ എല്ലാ പ്രോബ്ലമും മാറും. നിന്റെ അകത്ത് ദൈവരാജ്യം വെളിപ്പെടണം. നീ ദൈവരാജ്യത്തിന്റെ പ്രൊഡക്റ്റ് ആണ്. നീ ദൈവരാജ്യത്തിനകത്ത. ഇനി ഞാൻ ദൂതിലോട്ട് വരട്ടെ. ഇന്ന് സ്തോത്രം കുറയുന്ന ഭാഗമാണ്, പക്ഷെ സ്തോത്രത്തിലോട്ട് വരും. ഇപ്പം പൗലോസ് റോമിലെ സഭയോട് ഈ രാജ്യം എന്താന്ന് വെളിപ്പെടുത്തുക. ദൈവരാജ്യം ഭക്ഷണമല്ല, പാനീയമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലെ സന്തോഷവും. ഇന്ന് പകൽ ആർക്കും നിന്റെ മുഖം വാട്ടാൻ പറ്റത്തില്ല. നിന്റെ അകത്ത് വ്യാപരിക്കുന്ന സന്തോഷം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ലോർഡ്. സാഹചര്യങ്ങളെ മറക്കൂ, സാഹചര്യങ്ങളെ മറക്കൂ, പ്രതിസന്ധികളെ മറക്കൂ. നമുക്കന്ന് ഒത്തിരി പേർക്ക് ആരോഗ്യ പ്രശ്നമുള്ളവരുണ്ട്. ആരോഗ്യ പ്രശ്നം ഉള്ളവരുണ്ട്. ഇപ്പം ഞാൻ ലാലുവിനെ കാണുമ്പോൾ ലാലുവിന് ഒരു ആരോഗ്യ പ്രശ്നമില്ല, നല്ല അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത്. കണ്ടോ? ഒരിക്കൽ ഒരാൾ, പുള്ളിക്കൊന്നും കൈവേദനയും കാലുവേദനയും നടുവിനേനയാണ്, ഭയങ്കര വേദനയാണ്, ഒരു കുറവുമില്ല. പുള്ളി ഇങ്ങനെ ഭാരപ്പെട്ട് യോഗത്തിന് വന്നിരിക്കുക. അപ്പോൾ തൊട്ടടുക്കുള്ള ഒരു ആൻറ്റി അടിപൊളി കാഞ്ചിപുരം ബനാറസ് പൊട്ടൊക്കെ കൊടുത്ത് നല്ല അടിപൊളി വായുവൊക്കെ പിടിച്ച് ഗുസിയുടെ പുറമൊക്കെ അടിച്ച് മിന്നി വന്നിരിക്കുക. ഒരു ദിവസം അടുത്തിരുന്ന ആളെ മാറിയിരിക്കേണ്ടപ്പോൾ പുള്ളിക്കാരത്തിക്ക് അടുക്ക പോയിരിക്കേണ്ടി വന്നു. പുള്ളിക്കാരത്തി വർത്താനം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, എനിക്കങ്ങ് ഭയങ്കര കാലുവേദനയും കൈവേദനയാണ്. പുള്ളിക്കാരത്തി പറഞ്ഞു, അത്രയല്ല ഉള്ളത്, എനിക്ക് ഒരു കിഡ്നി പോയിരിക്കുക.
ഹാർട്ടിനൊരു 3 ബ്ലോക്കുണ്ട്. നടക്കുമ്പോൾ കിതയ്ക്കുന്നുണ്ട്, കിടക്കാൻ പറ്റത്തില്ല. ഞാൻ ചാരി ഇരുന്ന് ഉറങ്ങുന്നു. ഇത്രയും കട്ടപ്പോൾ പുള്ളിക്കാരത്ത് പറഞ്ഞ് കാലുവേദനയാണ് നല്ലേ. നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. ചിലർ ചുമ്മാതെ എല്ലാ ആഴ്ചയും ചെക്കപ്പാണ്. ചിലർ ഇല്ലാത്ത രോഗം അങ്ങോട്ട് ചോദിച്ച് വാങ്ങിച്ച് വടി വെട്ടി അടി വാങ്ങിക്കും. ഞാൻ ഈയൊരു ഡോക്ടറെ കാണാം. അപ്പം ഡോക്ടറോട് ഞാൻ ചോദിച്ചു, ഡോക്ടർ എനിക്ക് കുറച്ച് ടെസ്റ്റ് എഴുതി, ഇന്ന ടെസ്റ്റ് എഴുതിയപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ എന്തെങ്കിലും ടെസ്റ്റ് നടത്തി? പുള്ളി പറഞ്ഞു, ഇന്ന് വരെ ഒരു ടെസ്റ്റ് ഞാൻ നടത്തിയിട്ടില്ല. ഞാൻ കൈ കൊടുത്ത ചോദിച്ചു, ഡോക്ടർ നിങ്ങൾ മിടുക്കനാ, എന്നെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിക്കുകയും പുള്ളി ഒരു ടെസ്റ്റ്. മിടുക്കന്മാരങ്ങനെ. നീ ഓക്സിജൻ വളർന്നുകൊണ്ട്, BP അളന്നുകൊണ്ട്, ഷുഗർ വളർന്നുകൊണ്ട്, ഓരോ ദിവസവും കൗള് ഓട്ടി യോഗത്തിന് വന്നിരുന്നോണ്ട് വെറുതെ മൊത്തത്തിൽ മടുപ്പാ. എങ്ങനെ മടുക്കായിരിക്കുന്നു? കാരണം നിന്റെ അകത്ത് വേണ്ട എനർജി വരുന്നില്ലല്ലോ. അതെവിടാ? അത് വരണേ നീ ദൈവരാജ്യത്തിന്റെ വെളിപ്പാട്. ഓ ഹല്ലേലൂയ! ഇന്നിവിടെ വ്യാപരിക്കുന്നത് ദൈവരാജ്യത്തിന്റെ വെളിപ്പാടാ, നിത്യതയുടെ വെളിപ്പാടാ. അത് വെളിപ്പെട്ടാൽ എനിക്ക് ചില കൂട്ടരെ ഭയങ്കര ഇഷ്ടമില്ലാത്ത കൂട്ടരുണ്ട്. അതിലൊരു കൂട്ടരെ കാര്യം പറയാം. കുറേ നാൾ വാടക വീട്ടിൽ കിടന്നു. പിന്നെ ഇല്ലാത്ത ലോണെല്ലാം എടുത്തൊരു വീട് വെച്ചു. ആ വീട് നമ്മൾ പ്രതിഷ്ഠിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, ഭയങ്കര വീടാണ്, അബ്രഹാമിൻ്റെ വീട്ടിൽ മമ്മരുടെ തോപ്പിൽ ദൂതന്മാർ നടന്ന പോലെ വീട്ടിൽ ദൂതന്മാർ നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായി സന്തോഷിച്ച് തുള്ളിച്ചാടി വെച്ച് പിറ്റേ മാസം ചെല്ലുമ്പം നെഞ്ചു തിരിപ്പിക്കൊണ്ടിരിക്കുക. ഞാൻ ചോദിച്ചു, എന്തോ ലോൺ എങ്ങനെ അടയ്ക്കും? എൻ്റെ പൊന്നു മോനെ, വിട്ടേച്ച് വാടക വീട്ടിൽ പോവും. എടാ, ഈ വീട് തന്ന ദൈവത്തിന് ഇത് അടയ്ക്കണമെന്ന് അറിയാമല്ലോ. നിങ്ങൾ എന്നാ മിണ്ടാത്തെ? അപ്പോഴും നിന്റെ അകത്തെ ഈ വിശ്വാസ തലം ചലിക്കുന്നില്ല. നീ ഇപ്പോഴും ഫുള്ള് ജഡതലത്തിലാ. നിനക്കിപ്പോഴും ജഡത്തിന്റെ ശാസ്ത്രമാണ് നീ പറയുന്നേ. ഞാൻ വെളിപ്പാട് വിളിച്ചോണ്ട് പറയാം, ജഡതലത്തേക്കാൾ വലുത്. സ്തോത്രം. ഈ ചർച്ചിലെ കപ്പൽ സ്വന്തമായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? കപ്പൽ ഞാൻ അറിയാതെ വല്ല വാങ്ങിച്ചോന്നോ ചോദിക്കാനാ? ഉണ്ടോ? ഇല്ല. കുറേ കപ്പലുള്ളൊരു മുതലാളി ബൈബിളിലുണ്ട്. പേര് പൗലോസ് എന്നാ. സത്യം കേൾക്കണം. ആ പുള്ളി പറയുക, നമ്മിൽ വെളിപ്പെടാനിരിക്കുന്ന തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടം സാരമില്ല. അയ്യോ കപ്പല് പോയെന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയല്ലോ ബ്രദറെ. എടാ, അതിനേക്കാൾ വലുതാണ് ഞാൻ പ്രാപിച്ച രാജ്യം. ഓ, കൃപ വ്യാപരിച്ചു തുടങ്ങണം. ഇതിനകത്ത് പരിശുദ്ധാത്മ സന്തോഷം ഇറങ്ങണം. ഇതിനകത്ത് ആത്മസന്തോഷം ഇറങ്ങണം. നിന്റെ പ്രായം മറന്ന്, നിന്റെ ആരോഗ്യം മറന്ന് ഇന്ന് ദൈവത്തെ സ്തുതിക്കണം. ഓ, യേശുവിന്റെ നാമത്തില് തിരിച്ചറിഞ്ഞൊരു ഹല്ലേലൂയ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഈ ഞാനൊക്കെ ഒരു 30 വർഷം മുമ്പ് ഇങ്ങനെ ഭയങ്കര നിരാശപ്പെട്ട് തകർന്ന് ഒക്കെ വന്നൊരു യോഗം കൂടിയപ്പോൾ ആ യോഗത്തിന് ഇവരെല്ലാം അഭിഷേകത്തിൽ അങ്ങോട്ട് നിറഞ്ഞ് ആത്മാവിൽ ആരാധിക്കുന്ന കണ്ടപ്പം, അവരുടെ മുഖത്തെ ആ സന്തോഷവും ചിരിയൊക്കെ കണ്ടപ്പം ഞാൻ ഓർത്തു, കർത്താവ്, ഇത് അഭിഷേകം പ്രാപിക്കുന്നതിന് അല്ല, അഭിഷേകം പ്രാപിക്കുന്ന സന്തോഷം ഉണ്ടാവുക അതിനേക്കാൾ വലുതാ നിന്റെ അകത്ത് ദൈവരാജ്യം കയറണം. ഒരാമയും പറയണം. ഈ ലോകം ചെറുതായി നിനക്ക് തോന്നണമെങ്കിൽ അവന്റെ രാജ്യം നിനക്ക് വലുതായി തോന്നണം. ഓ ഹല്ലേലൂയ! എത്ര പേർക്ക് അകത്ത് ആത്മാവിൽ മനസ്സിലാകുന്നുണ്ട്? ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അപ്പം ഞാൻ വാക്യത്തിലോട്ട് വരിക. ഒന്നിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണ്ട, തൊട്ടേച്ച് പറ, ടെൻഷൻ അങ്ങ് വിടാൻ പറ. അങ്ങ് ഞാനൊരു സത്യം പറയാം, ഈ രോഗിയോടൊരു കാര്യം പറയാം. നീ 24 മണിക്കൂറും BP ചെക്ക് ചെയ്താലും, എല്ലാ ദിവസവും ഷുഗർ ചെക്ക് ചെയ്താലും, ഒരു ദിവസം നീ മരിക്കും. അയ്യോ, ഉരുകിയ ചെന്തിനാ ചാവുന്നേ? നല്ലതായിട്ട് ജീവിച്ചിട്ട് മരിച്ചുകൂടെ? നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. സ്വത്രം പോയല്ലോ. സത്യേ, പ്രോബ്ലം എന്തുവാ? നമ്മൾ KPS വായന ഹാളിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ ഒരച്ചായൻ എൻ്റെ അടുക്ക് വന്നിട്ട് ഒരു കുത്തി ഫയൽ അങ്ങോട്ട് വെച്ചാൽ തീർന്നു ബ്രദറെ. എന്തുവാ?
ഞാൻ ചോദിച്ചു, അച്ഛാ എന്നാ പറ്റി? റിസൾട്ടാ നോക്ക. അച്ഛാ കാര്യം പറ. പക്ഷെ എനിക്ക് 10-68 വയസ്സുണ്ട്. എൻ്റെ ചെക്കപ്പിനകത്ത് എൻ്റെ 2 കിഡ്നിയിൽ 1 കിഡ്നി പൂർണ്ണമായിട്ട് പോയി. രണ്ടാമത്തെ കിഡ്നി 40% വർക്ക് ചെയ്യുന്നുള്ളൂ. ഞാൻ എന്തോ ചെയ്യൂ ഇനി? ഞാൻ പറഞ്ഞു, 68 വരെ ജീവിച്ചില്ലയോ? ഈ കാര്യത്തിൽ മാത്രം അങ്ങോട്ട് തൃപ്തി. 110 വരെ ഇരിക്കണമെന്നുള്ളതാ. ഞാൻ പറഞ്ഞു, അച്ഛാൻ പോയി ഒന്ന് ഡോക്ടറോട് ചോദിച്ചു, ഈ അസുഖം എന്നാ സ്റ്റാർട്ട് ചെയ്തതെന്നൊന്ന് ചെക്ക് ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിനൊരു ടെസ്റ്റൊക്കെ ഉണ്ട്. അങ്ങനെ പുള്ളിക്ക് 3-4 ടെസ്റ്റ് നടത്തിയ ഡോക്ടർ പറഞ്ഞു, ഇയാൾ പേടിക്കണ്ടാവേ, അതിനാ നീ ജനിച്ചപ്പം മുതലേ ഇങ്ങനെ. ഈ 68 വയസ്സ് വരെ ടെസ്റ്റ് ചെയ്തിട്ടില്ല. അതാ ഞാൻ ആ പേപ്പറിലും കൂടെ ഞുള്ളിക്കറിച്ച് പറഞ്ഞു, വീട്ടിൽ പോക്കോ, ഇപ്പോഴും കാർ ഓടിച്ച് നടക്കുക. എടാ, ചില അവയവം ഇല്ലേലും ഈ രാജ്യത്തിലാണ് നീ ജീവിക്കുമെന്നേ. നിന്റെ അകത്ത് ഈ രാജ്യം കയറണം, ദൈവരാജ്യം. രോഗത്തിന്റെ അളവ് നോക്കി ജീവിക്കരുത്, ആഹാരത്തിന്റെ അളവ് നോക്കി കഴിക്കരുത്. ദൈവത്തെ ആരാധിക്കുമ്പോ ഒരാമി പറഞ്ഞു, നമ്മൾ ഈ തിങ്കളാഴ്ച ഒരു കല്യാണത്തിന് പോയി. കല്യാണത്തിന് ചെന്നപ്പം മട്ടൻ ബിരിയാണിയായിരുന്നു. ചൊവ്വാഴ്ച പിന്നെ ഒരു കല്യാണം, ചൊവ്വാഴ്ച കല്യാണം ഉണ്ട്. പിന്നെ എല്ലാ ദിവസവും കൊള്ളാം. പണ്ടൊക്കെ ആരും വെള്ളിയാഴ്ച കല്യാണം, ഇപ്പം വെള്ളിയാഴ്ച ഏറ്റവും കൂടുതൽ കല്യാണം. നമുക്ക് എല്ലാ ദിവസവും കൊള്ളാം. ഞായറാഴ്ച വെക്കാത്ത സഭായം മുടക്കുമെന്ന് വിചാരിച്ചാ വൈകിട്ട് വേണേ വെക്കാം. നിങ്ങൾ ശ്രദ്ധിക്കും. ഇപ്പൊ ചൊവ്വാഴ്ച കല്യാണത്തിന് പോയി വീണ്ടും മട്ടൻ ബിരിയാണി കഴിച്ചു. തിങ്കളും ചൊവ്വായും നീ പോയ കല്യാണത്തിന് മട്ടൻ ബിരിയാണി എന്നറിയാതെ 3-ാമത് ബുധനാഴ്ചത്തെ കല്യാണത്തിന് മട്ടൻ ബിരിയാണിയാണ്. 4-ാമത്തെ ദിവസം കല്യാണത്തിന് ചെല്ലുമ്പോൾ മട്ടൻ ബിരിയാണി. 4-ാമത്തെ ദിവസം വ്യാഴാഴ്ച കല്യാണത്തിന് മട്ടൻ ബിരിയാണി. അന്നേരം അടുത്തിരിക്കുന്ന ആളോട് പറയാ, ഇന്ന് ചോറ് കിട്ടുമെന്ന് നോക്കാം. അതെന്നാ ബ്രദറെ? കൊളസ്ട്രോള്. ആഹാരം തൂക്കി കഴിക്കുന്നവരുണ്ട്. സ്തോത്രം. എന്നാൽ ഒരാളോട് ഞാൻ ചോദിച്ചു, ചായ വേണോ? അത് 200 കലോറിയാ. ഞാൻ പറഞ്ഞു, ഞാൻ രാവിലെ 4 എണ്ണം കുടിച്ചു. നീ കലോറിയും പിടിച്ചോണ്ടിരുന്നു. അവസാനം ഉപ്പ് പോലും കൂട്ടാതെ നീ അവസാനം. എടാ, ഇതൊക്കെ ഒന്ന് വിട്ടേച്ച് നീ അവന്റെ രാജ്യത്തിനകത്തൊന്ന് കയറ്. ഈ രാജ്യത്തിന്റെ മഹത്വം നിന്റെ ഫിസിക്കൽ ബോഡിയിൽ ഒന്ന് വെളിപ്പെടട്ടെ. നിന്റെ അകത്ത് അവന്റെ രാജ്യം കത്തണം. നിന്റെ അകത്ത്, യെസ്, ഞാൻ ഇവിടുത്തുകാരനല്ല, ഇവിടെ പരദേശിയാണ്. യേശു പോകാൻ നേരത്ത് ഒരു പറയും, ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്തും നിങ്ങളെ ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ ചേർക്കും. വാക്ക് പറഞ്ഞു പോയിക്കാം, നീ പേടിക്കേണ്ട, അല്പകാലമേ ഇവിടെ ഉള്ളൂ, നിന്നെ ചേർക്കാൻ ഞാൻ വരിക. ദൈവമക്കൾ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, കാഹളം ഊതുമ്പോൾ ഏത് പ്രശ്നങ്ങളെ ജയിക്കുന്ന എന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു വാക്യം ബൈബിളിൽ നിന്ന് വായിക്കാം. ഇനി ദൂത് പറയാൻ പോവാ. സ്തോത്രം. നിങ്ങളുടെ ഉള്ളിൽ എന്തോ വേണം? അവൻ്റെ രാജ്യം പ്രകാശിക്കണം. നിങ്ങളുടെ ഉള്ളിൽ അവൻ്റെ രാജ്യം. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഈ യോഗത്തിന് വന്നതൊരു പ്രസംഗം കേട്ട് പോകാനല്ല. ഹല്ലേലൂയ. മായാത്ത ചിത്രം പോലെ അവൻ്റെ മുഖം നിന്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കട്ടെ. അവൻ്റെ രാജ്യത്തിൻ്റെ ശക്തി അനുഭവിക്കട്ടെ. എല്ലാവരും ഉറങ്ങുമ്പം നീ ഉറങ്ങാത്തതിൻ്റെ രഹസ്യം, നിന്നിൽ വ്യാപരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ ശക്തി, അത് നിന്റെ ചരിത്രത്തെ തിരുത്തുന്നതാ. നമുക്ക് ഒരു വാക്യം ബൈബിളിൽ നിന്ന് വായിക്കണം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ദൈവരാജ്യം കാണണമെങ്കിൽ പുതുതായി
ജനിക്കണം. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണേ, യേശുവിന് ഒരാളെ കാണുമ്പം അവൻ്റെ തുടക്കവും അറിയാം, ഒടുക്കവും അറിയാം. അറിയാവോ? ഒരാൾ നിമിത്തം നമുക്ക് വലിയ നന്മയുണ്ടാവുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പാസ്റ്റർമാർ ചിലപ്പം സോപ്പിട്ട് പറഞ്ഞു കാണും, മിണ്ടുന്നില്ല. എന്നാൽ യേശു അങ്ങനല്ല. എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. യേശുവിനറിയാം എൻ്റെ അടക്കത്തിങ്കൽ എൻ്റെ ശരീരം അഴിച്ചിറക്കാനും രഹസ്യ ശിഷ്യനായി എനിക്ക് വേണ്ടതെല്ലാം ചെയ്യേണ്ടവനാണ് ഇവനെന്ന് അറിഞ്ഞിട്ട് പോലും പറയുക, എൻ്റെ രാജ്യത്തിൽ കടക്കണമെങ്കിൽ പുതിയതായി ജനിക്കണം. ഒരാമയും പറയണം. നീ എന്ത് ചെയ്യുന്നല്ല, ഞാൻ നല്ല സ്തോത്ര കാഴ്ച ഇടുന്നു, പക്ഷെ സ്വർഗത്തിൽ പോയില്ലല്ലോ. ശ്രദ്ധിച്ചു കേൾക്കണം. അപ്പൊ ഒരുവൻ ദൈവരാജ്യത്തിൽ കടക്കണമെങ്കിൽ എന്തോ ചെയ്യണം? പുതിയതായി ജനിക്കണം. അപ്പൊ നിക്കോദിമോസിനോട് സംശയം. മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കിടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ഇനി ഒരു 5 മിനിറ്റ് ബൈബിൾ പഠന. ആര് സ്വർഗത്തിൽ പോവും, ആര് സ്വർഗത്തിൽ പോത്തില്ല? ഇത് കഴിഞ്ഞ ആഴ്ച നീ കൈ കൊടുത്തേച്ച് ചോദിച്ചോണം, പോവോന്ന് ചോദിക്കണം. ഇല്ലെങ്കിൽ അടുത്ത ദൂത് പറയാനാ. ഇവിടെ നിന്ന് ദുബായിലോട്ട് പോവാണേ ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്നവരോട് ചോദിക്കണം. നമ്മൾ കൊണ്ടുപോകുന്ന ലഗേജ് അവരിന്ന് സ്കാൻ ചെയ്ത് കയറ്റി അങ്ങ് വിടും. പക്ഷെ നമ്മുടെ കയ്യിൽ ആ സ്കാനിങ് മെഷീൻ അവിടെ ചെല്ലുന്നതിന് മുമ്പേ എന്തോ അങ്ങോട്ട് കൊണ്ടുപോവാം, എന്തോ കൊണ്ടുപോകില്ലെന്നൊരു ലിസ്റ്റ് എഴുതി ഗുണനം വരച്ചിട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് വിടത്തില്ല. ഇവിടുന്ന് ദുബായ് ഫ്ലൈറ്റ് കയറ്റാൻ നിന്നെ കൊടഞ്ഞിട്ട് പരിശോധിക്കുമെങ്കിൽ ബ്രദർ റാഡോയുടെ വാച്ച ഊരി ട്രൈക്കകത്തിടണം. അടിപൊളി ബെൽറ്റാ ഇട്ടോ, പക്ഷെ ഇപ്പൊ ഊരി. കണ്ണാടി, മൊബൈല്, നീ അല്ലാതെ നിന്റെ ദേഹത്തെ 1000 രൂപയുടെ വസ്ത്രം അല്ലാതെ മറ്റെല്ലാം ഊരിയിട്ടോണം. ഇവിടുന്ന് ദുബായി കൊണ്ടുപോകാനാ. നീ കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്ത്, നീ വിസ എടുത്ത്, നീ പോകുന്നിടത്തേക്കുള്ള പരിശോധനയാ. എന്നിട്ട് അങ്ങോട്ട് കയറുമ്പോ കൂക്കൂന്ന് അടിച്ചു പോയെങ്കിൽ നമ്മളെങ്കിൽ വിളിക്കും, പോക്കറ്റ് തപ്പിക്കേ. അന്നേരം KSRTC എന്നിറങ്ങിയപ്പം കിട്ടിയ 1 രൂപ കളയാതെ പോക്കറ്റിലെടുത്ത് കിടക്കുക. അതും കൊണ്ടൊന്ന് എന്നിട്ട് അങ്ങോട്ട് കയറിയിട്ട് നിന്നെ ഇങ്ങനെ നിർത്തും. എന്നിട്ട് അവൻ ഇങ്ങനെ മിഷൻ പറയുക, ഇവൻ ഓക്കെ ആന്ന് പറഞ്ഞില്ല, നീ അവിടെ ഇങ്ങനെ. ഞാനൊരു ദിവസം ഒരിടത്ത് പോകാൻ ചെന്നപ്പം ഒരുത്തന്റെ കൈ ഓപ്പറേഷൻ ചെയ്തപ്പം അവനവിടെ കൂടിയ സ്റ്റീൽ ഇട്ടത്. അവിടെ ചെല്ലുമ്പോ കൂക്കു അടിക്കുക വിട്ടില്ല. പിന്നെ ഭാര്യ ഡോക്ടർ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് ഇരുന്നത് വാട്സാപ്പ് വഴി വിട്ട് അത് കാണിച്ച പിന്നെ എന്നിട്ട് പോകുമ്പം ഇവന്റെ ബോർഡിംഗ് പാസിൽ എഴുതി വിട്ടു. അവിടെ ചെല്ലുമ്പോഴും അടിക്കാൻ സാധ്യതയുണ്ട്. ഒരു കുഞ്ഞ് സ്റ്റീൽ കമ്പി നിന്നെ ഇവിടുന്ന് ദുബായിക്ക് പോകുമ്പോൾ കൊണ്ടുപോകത്തില്ലെങ്കിൽ, ദുബായ് എന്നൊരു രാജ്യം പറഞ്ഞ ഈ രാജ്യത്തുനിന്ന് ആ രാജ്യത്തൊക്കെ വിടത്തില്ലെങ്കിൽ സ്വർഗം ഒരു ഈസി ഗോയിങ് ആയിട്ട് എടുക്കരുത്. അങ്ങനെ പോകത്തില്ല. അതിച്ചിരി പാടാണ്. വില കൊടുത്തത് എന്തിനാ? പലതും ത്യജിച്ചത് എന്തിനാ? വില
ഇനി പോകാത്ത ആരൊക്കെയാണെന്ന് നോക്കാം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 9-ാം വാക്യം. സ്തോത്രം. അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നറിയുന്നില്ലയോ? അന്യായം ചെയ്യുന്നവൻ, ന്യായമല്ലാത്തത് ചെയ്യുന്നവൻ ആരും ദൈവരാജ്യം അവകാശമാക്കത്തില്ല. പിന്നെ നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പീൻ. ദുർനടപ്പ് ചെയ്യുന്നവൻ, വിഗ്രഹാരാധികൾ ദൈവരാജ്യത്തിൽ പോകത്തില്ല. വിഗ്രഹാരാധന ഉള്ളവൻ ദൈവരാജ്യത്തിൽ പോകത്തില്ല. വ്യഭിചാരികൾ പോകത്തില്ല. സ്വയംഭോഗികൾ പോകത്തില്ല. പുരുഷകാമികൾ പോകത്തില്ല. കള്ളന്മാര് പോകത്തില്ല. അത്യാഗ്രഹികൾ പോകത്തില്ല. മദ്യപാന്മാര് പോകത്തില്ല. വാവിഷ്ണക്കാർ പോകത്തില്ല. നുണയന്മാര് പോകത്തില്ല. പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കി. ഇവരാരും പോകത്തില്ല. അടുത്തിരിക്കുന്ന ആൾ വിളിച്ചാൽ പോകുമെന്ന് ചോദിച്ചേ. വലിയ പ്രശ്നമാണ്. ഞാനതാ പറഞ്ഞു, വലിയ പ്രശ്നമാ. എല്ലാരും കേൾക്കുന്നുണ്ടല്ലോ, അല്ലയോ? അകത്തും പുറത്തുള്ള എല്ലാരും കേൾക്കുന്നുണ്ടല്ലോ. ഇനിയും പറയാൻ പോവാ. ഇവരാരും ഗലാത്യ ലേഖനം എടുത്തേ, 5-ാം അധ്യായം 19 വായില്. ജഡത്തിന്റെ പ്രവർത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം. നമ്മൾ ഈ അത്രയും വിട്ടിട്ട് മദ്യപാനത്തെ തുടങ്ങും. ആദ്യത്തെ നമ്മൾ പിടിച്ചിട്ട് പറയും അശുദ്ധം പോകത്തില്ല, ദുഷ്കാമോളം പോകത്തില്ല, വിഗ്രഹാരാധന പോകത്തില്ല, നീ വായിച്ചുകൊണ്ട് വ്യഭിചാരം പോകത്തില്ല. പിന്നെ അവിടെ നമ്മൾ നിർത്തിവെച്ച് നേരെ അടുത്തത് 5-6 വിഴുങ്ങി വെച്ച് മദ്യപാനം. ഇടക്കത്തെ പക അതവനുണ്ട്, പിണക്കം അതവൻ്റെ അളിയനുണ്ട്, ജാരശത അതവൻ്റെ ചേട്ടനുണ്ട്, ക്രോധം അതവൻ്റെ ഭാര്യയ്ക്കുണ്ട്, ശാഠ്യം, ദ്വന്ദ്വപക്ഷ, ഭിന്നത അതവരുടെ വീട്ടിൽ മൊത്തമായിട്ടുണ്ട്. കുടുംബ പാരമ്പര്യം. ഇത്രയും നമ്മൾ വിട്ടേച്ച് പറയും, ബ്രദറെ വലിയ പാടാ പോവാൻ, ഞാൻ ഉള്ള കാര്യമാണ് പറയുന്നത്. കർത്താവ് വരാൻ അടുത്തിരിക്കുക. ഇവരാരും അതുകൊണ്ടാണ് പറയുന്നത് ഒരുത്തൻ്റെ കുറ്റം പറയരുത്. ചിലർക്ക് അന്ന് ഒരു 4-5 കുറ്റം 4-5 പേരുടെ പറഞ്ഞില്ലേ സമാധാനമില്ല. അവരുടെ നാക്കങ്ങ് വല്ലാതെ എന്തോ അതിന് പറയുന്നത്, ആ പദം പറയാൻ കൊള്ളത്തില്ല. അതുകൊണ്ടാ. ഹല്ലേലൂയ. അത് തന്നെയാ. വല്ലാതെ അങ്ങ് ഞാനെങ്ങനെയാ പറയുന്നതെന്ന് വിചാരിച്ച സ്വതം. എന്നാൽ ഒരുത്തനെ കുറിച്ച് നല്ലത് പറയാൻ, ഇവിടെ അവനെ ദൈവം അങ്ങ് അനുഗ്രഹിച്ചടാ, അവനെയൊക്കെ നോക്കി പഠിക്കണമെന്ന് പറയാനുള്ള തൻ്റെ ഇടം വരുന്നില്ല. ഈ എന്തിനാ അനുഗ്രഹിക്കപ്പെട്ടവൻ പോലും പറയുന്ന കഷ്ടകാലമാണ്. എടാ നീ ഒന്ന് പറ, നീ ആർക്കും കൊടുക്കണ്ട, എന്നെ ദൈവം അനുഗ്രഹിച്ചെന്നൊന്ന് പറ. ദൈവം അനുഗ്രഹിച്ചെന്ന് പറയുന്നവരെന്ന് കൈപോക്കി പിടിച്ചേ. അടുത്തിരിക്കുന്ന ആളെ നോക്കി ചിരിച്ചോണ്ട് പറ, എന്നെ ദൈവം അനുഗ്രഹിച്ചെന്നങ്ങ് പറ. ഒന്ന് പറ, എന്നെ ദൈവം അനുഗ്രഹിച്ചെന്ന് പറ. ഈ ചിലർ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ഈ പരാതിയാ പറയും. പക്ഷേ എൻ്റെ ജോലി പോയി, എൻ്റെ ഭാര്യയ്ക്ക് ജോലി പോയി, ഞങ്ങൾക്ക് ഭയങ്കര കടവാ. കർത്താവ് നീ പ്രാർത്ഥിക്കാൻ ഇവളെ എഴുന്നേറ്റ് പോകും. കാരണം പരാതി അല്ലാതെ ഒന്നും നിൻ്റെ വായി നിന്ന് വരെ വന്നിട്ടില്ല. നിനക്ക് 90 കാര്യം ദൈവം ചെയ്തു, 10 കാര്യം പെൻഡിങ്ങിന് ഇട്ടേക്കുക. അതെല്ലാവർക്കും 10 കാര്യം ഇട്ടേക്കുക. എനിക്കും വിടുതൽ കിട്ടാത്ത കുറേ വിഷയങ്ങളുണ്ട്. അത് ദൈവത്തിൻ്റെ സമയത്ത് കിട്ടിക്കോളൂന്നേ.